ശ്രീ ഷാവപ്രസാദ്, ഇവിടെ ഞാൻ ആർട്ടിക്കിൾ 40 വീണ്ടും വായിക്കുന്നു. ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് വിതിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരു നേപ്പാൾ പൗരൻ അല്ലെങ്കിൽ ഒരു വിദേശ പൗരൻ ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ടാൽ നമ്മുടെ വ്യവഹാര വഴിയിലേക്ക് പോകാനാണ് നിർബന്ധിതനായാൽ the state shall not deny to any person equality before the law or the equal protection of the laws within the territory of India എന്നുള്ളത്. അല്ലാതെ ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് മാത്രമല്ല പറഞ്ഞു. ഒന്ന്. രണ്ട്, ഈ ആർട്ടിക്കിൾ 14 ഒരു നിയമം പൂരകമായി പോകണമെങ്കിൽ ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ആ നിയമം നോൺ ആർബിട്രറി ഒബ്ജക്റ്റീവ് ആയിരിക്കണം. നിയമത്തിന് ഉദ്ദേശ ലക്ഷ്യം സ്വേച്ഛാപരമാവരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അല്ല. ഇന്ത്യൻ ഡിഫറൻഷ്യ അഥവാ യുക്തിഭദ്രമായ വർഗീകരണമാണോ? അല്ല. റാഷണൽ നെക്സസ് ഉണ്ടോ? ഇല്ല. അങ്ങനെ പല മാനദണ്ഡങ്ങൾ നോക്കിയാൽ ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതി പറയേണ്ടതാണ്. സി ആറിൻ്റെയും ശ്രീ കെ ടി കുഞ്ഞുകണ്ടയും കെ പി നൗഷാദിന്റെ വിമർശനങ്ങൾ മറുപടി. ഷാബു. ഹാഷ്മി, ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മൈൻഡ് ചെയ്യാതെ തന്നെ എനിക്ക് മുമ്പോട്ട് പോകേണ്ടി വരും. അപ്പോൾ മൻ കി ബാത്താണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫാസിസമാണ്, തേങ്ങാക്കൊലയാണ്, മാങ്ങാത്തൊലിയാണ് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. നിങ്ങൾ മറ്റുള്ളവരോട് കാണിച്ച മാന്യത എന്നോടും കാണിച്ചാൽ ആ മാന്യത തിരിച്ചും പ്രതീക്ഷിക്കാം, ഇല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഇനിയും പറയട്ടെ, ഈ ആർട്ടിക്കിൾ 14 അടക്കമുള്ള നമ്മുടെ ഭരണഘടനയിലെ ആനുകൂല്യങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ പറയുന്നു അല്ല, ഈ ലോകം മുഴുവനുമുള്ളവർക്കാണ്. ഇവിടെ വന്ന് താമസിക്കുന്ന ആർക്കും ആ ആർട്ടിക്കിൾ 14 എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കില്ല. ഇവിടെ കടന്നു വന്ന അഭയാർത്ഥികൾക്ക്, അല്ലെങ്കിൽ ഇവിടെ നേപ്പാളിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ വന്ന ആൾക്കാർക്ക് ഇവിടെ വോട്ട് കൊടുക്കാൻ പറ്റുമോ? വോട്ടവകാശം എന്ന് പറയുന്നത് അതായത് നമ്മുടെ പൗരാവകാശങ്ങളിൽ ഒന്നാണ്. ആ പൗരാവകാശം എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 14 പ്രകാരം ഈ രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. പിന്നെ താങ്കൾ പറയുന്ന അവരിവിടെ വന്നു വല്ല കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നമ്മുടെ ശിക്ഷാ നിയമം അനുസരിച്ച് ശിക്ഷിക്കുന്നത് കൊണ്ട് മറ്റേതും ഉണ്ടെന്നാണ്. ഇതൊക്കെ ആർക്കും കേട്ടാൽ മനസ്സിലാവുന്ന കാര്യമാണത്. പിന്നെ CAA, അതുകൊണ്ട് തന്നെ CAA എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 പരിധിയിൽ വരുന്നതല്ല. കാരണം അത് ഈ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിക്കുന്നതല്ല, ഈ ഒരു തരത്തിലുമല്ല. പിന്നെ പറഞ്ഞു, ഞാനിവിടെ കുറച്ച് ഇത് വലിയൊരു ചരിത്ര പശ്ചാത്തലത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്നത്, വലിയ ചരിത്രം. പിന്നെ ഇവിടെ ഇദ്ദേഹം ചോദിച്ചു, CR ചോദിച്ചു, എങ്ങനെ ഇതിൻ്റെ അകത്ത് അഫ്ഗാനിസ്ഥാൻ വന്നു? അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. എന്തുകൊണ്ട് ബർമ്മ വന്നില്ല? അഫ്ഗാനിസ്ഥാൻ എന്നത് ഈ അടുത്ത കാലം വരെ, ഏതാണ്ട് ഈ താലിബാനും ഹെക്മത്തിയാരൊക്കെ വരുന്നതിന് മുമ്പ് വരെ അത്യാവശ്യം ഉൽപ്പതിഷ്ണുക്കൾ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. അദ്ദേഹമൊക്കെ നജീബുള്ളയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. അവിടെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്നവരാണ്. ഈ പാകിസ്ഥാനിലെ ഈ റിലീജിയസ് പെർസിക്യൂഷൻ സഹിക്കാൻ വയ്യാതെ ധാരാളം ഈ റിലീജിയസ് മൈനോറിറ്റീസ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഖൈബർ ചുരം കടന്ന് അഫ്ഗാനിസ്ഥാനിൽ പോയി താമസിച്ചിരുന്നു. ധാരാളം അവരുടെ പിൻതലമുറ ഇപ്പോഴും അവിടെയുണ്ട്. അങ്ങനെയുള്ളവർ ഇവിടെ ഈ താലിബാൻ ഭരണവും കാര്യങ്ങളും വന്നതിന് ശേഷം അവിടെ നിന്ന് ഓടി ഭാരതത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ കൂടിയാണ് ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ബർമ്മ ഇല്ല, എന്തുകൊണ്ട് ശ്രീലങ്ക ഇല്ല? ബർമ്മയോ ശ്രീലങ്കയിലെയോ ഒക്കെ ഇഷ്യൂ നമ്മുടെ ഭാരതത്തിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളല്ല. ഈ നെഹ്റു ലിയാഖത്ത് പാക്റ്റ് നിങ്ങളൊന്ന് നോക്കൂ, ഇത് വെറുതെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എന്താണ് നെഹ്റു ലിയാഖത്ത് പാക്റ്റ് എന്നുള്ളത്? ആ നെഹ്റു ലിയാഖത്ത് സന്ധി പ്രകാരം, ആ കരാർ പ്രകാരം ഇരു രാജ്യങ്ങളിലെയും റിലീജിയസ് മൈനോറിറ്റീസിനെ സംരക്ഷിക്കാനും അവരെ വളർത്താനും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കാനും അതാത് സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും പാകിസ്ഥാൻ അത് ചെയ്തിട്ടില്ല, ബംഗ്ലാദേശ് അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരുടെ കാര്യം ശ്രദ്ധിക്കേണ്ട, അവരുടെ കാര്യം ചെയ്യേണ്ട ആ ധാർമ്മികമായ ഉത്തരവാദിത്വം ഭാരതത്തിനുണ്ട് എന്നുള്ളതാണ് ആ കാലം മുതൽ 50-60 കൊല്ലം മുമ്പ് മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട്, സർക്കാരുകളുടെ നിലപാട്. അതിനെ ഒരു ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. 2016 മുതൽ ഇത് ചർച്ചയിലുള്ള കാര്യമാണത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ചരിത്ര പശ്ചാത്തലം മുഴുവനുമുണ്ട്. അതുകൊണ്ട് ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരണ്ട. ആർട്ടിക്കിൾ 14 ഇവിടുത്തെ ഇവരെ ഇങ്ങനെയുള്ള ഈ റിലീജിയസ് മൈനോറിറ്റീസിനെ, പെർസിക്യൂഷൻ അനുഭവിക്കുന്ന റിലീജിയസ് മൈനോറിറ്റീസിനെ കൂടി ആർട്ടിക്കിൾ 14 പരിധിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ നിയമം. അവർ പൗരന്മാരായി അവർക്ക് ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സംരക്ഷണവും ലഭിക്കും. അതിനു മുമ്പ് അതില്ല.
അതില്ല. ശരി ശരി, ഞാൻ അങ്ങനെ അതാണ് ഈ പറഞ്ഞ അതാണ് ഈ ആർട്ടിക്കിൾ 14 എന്താണ് ഈ പറയുന്ന ശരി, നിയമത്തിന് മുന്നിൽ എല്ലാവരും അതിൻ്റെ അകത്ത് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് താങ്കളാണോ പറയുന്നത് ശരി, അതോ ഈ പാനലിലെ മറ്റുള്ളവർ പറയുന്നതാണോ ശരി എന്നുള്ളത് കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. ശ്രീ ഷാബു, ഞാൻ താങ്കൾ തർക്കത്തിലില്ല. പിന്നെ ഈ തേങ്ങാക്കൊല മാങ്ങാത്തുരി പോലുള്ള വാക്കുകൾ താങ്കൾ ഉപയോഗിക്കണമെന്നുള്ള ആലോചിക്കും. കിട്ടുമോ? ഓക്കെ.